നെയ്യ് ക്രമക്കേടിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. നെയ്യുടെ ഒരു സാമ്പിൾ പോലും പരിശോധിച്ചില്ല. ശബരിമലയിലെ മിൽമ നെയ്യ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജി സ്വമേധ്യാ ഹൈക്കോടതി പരിഗണിക്കുന്നു. ശരിയായ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും ഹൈക്കോടതി. ഉദ്യോഗസ്ഥരുടെ പട്ടിക നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ ഹർജി പരിഗണിക്കവേ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏത് രീതിയിലാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ? സുരേഷ്, ശബരിമലയിലെ മിൽമ നെയ്യ് ക്രമക്കേടിൽ സംസ്ഥാന വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ഇടക്കാല ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയും അതിൽ ചില നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് മികച്ച ഉദ്യോഗസ്ഥരെ വേണം ഈ ഒരു അന്വേഷണത്തിന് നിയമിക്കാനായിട്ടുള്ള നിലപാട് തന്നെയാണ് തങ്ങൾക്കുള്ളതെന്ന് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ ഈ ആടി ശിഷ്ടം നെയ്യുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചപ്പോൾ അതിൽ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണമൊന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ മാറ്റേണ്ടി വന്നു. ആ സാഹചര്യവും പശ്ചാത്തലവും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മിൽമ നെയ്യുടെ ക്രമക്കേടിൽ അതിൽ മികച്ച രീതിയിലുള്ള അന്വേഷണ പാടവമുള്ള ഉദ്യോഗസ്ഥരെ തന്നെ നിയോഗിക്കാനായിട്ടുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മികച്ച ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പട്ടിക കൈമാറാനായിട്ടും നിലവിൽ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് ഇടയിൽ തന്നെയാണ് ദേവസ്വം ബോർഡിനോട് വീണ്ടും വിമർശന രൂപേണയുള്ള പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. ഈ നെയ്യ് വാങ്ങിച്ച സമയത്ത് ആ നെയ്യുടെ ഒരു സാമ്പിൾ പോലും പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി വിമർശനത്തിന് ആധാരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 1,60,000 മിൽമ നെയ്യാണ് 1,60,000 ലിറ്റർ മിൽമ നെയ്യാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് പക്ഷേ കാര്യമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടില്ല. മാത്രമല്ല, നേരത്തെ ഈ മിൽമ നെയ്യിന്റെ കരാറ് അതിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ ദേവസ്വം കമ്മീഷണർ അതിലൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഈ നെയ്യുടെ ഗുണനിലവാരം പരിശോധിച്ച് അതിന്റെ സാധുതകൾ, അതിൽ എത്രത്തോളം ഗുണനിലവാരമുണ്ട്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പിന്തുണയ്ക്കുന്ന ഒരു വസ്തുതകളും ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ദേവസ്വം കമ്മീഷണർ ഈ കരാറിനെ തുറന്നെതിർത്തത്. പക്ഷേ ദേവസ്വം കമ്മീഷണറുടെ ഈ എതിർപ്പിനെ മറികടന്നുകൊണ്ടായിരുന്നു PS പ്രശാന്ത് ഉൾപ്പെടെ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോയത്. അതിലാണിപ്പോൾ ഹൈക്കോടതി വീണ്ടും പറഞ്ഞിരിക്കുന്നത് ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പ് മറികടന്നുകൊണ്ടല്ലേ കരാറിലെ ഏർപ്പെട്ടത് എന്നുള്ളതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പട്ടിക നൽകാനായിട്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പട്ടിക നൽകാനായിട്ടുള്ള നിർദ്ദേശമാണ് സർക്കാരിന് നൽകിയിട്ടുള്ളത്. ഈ സ്വമേധയാ സ്വീകരിച്ചിട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് തന്നെ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ പട്ടിക കൂടി ലഭിച്ച ശേഷം അതിൽ കാര്യമായിട്ട് എത്രത്തോളം അന്വേഷണ പാടവമുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇതുൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവിലേക്ക് കടക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.